ആ കുട്ടി വളരെ ദരിദ്രനായിരുന്നതിനാൽ ഒരു ഫുട്ബോൾ വാങ്ങാൻ അവന് കഴിഞ്ഞില്ല. അങ്ങനെ അവൻ ഒരു മാമ്പഴം ഉപയോഗിച്ച് കളിക്കാൻ പഠിച്ചു. ആൺകുട്ടികൾ പഴയ വസ്ത്രങ്ങളും സോക്സുകളും ഉപയോഗിച്ച് ഒരു പന്തുണ്ടാക്കി. അവരുടെ തെരുവ് അവരുടെ വയലായി മാറി. ഇങ്ങനെ കളിക്കുമ്പോൾ ആ കുട്ടിയുടെ കളി പെട്ടെന്ന് മെച്ചപ്പെട്ടു. അവൻ മറ്റെന്തിനേക്കാളും സ്നേഹിച്ചത് ഫുട്ബോളിനെയായിരുന്നു. ഒരു ദിവസം ആ കുട്ടി മേൽക്കൂരയിൽ കയറി റേഡിയോയിൽ ഒരു ഫുട്ബോൾ മത്സരം കേട്ടു. പക്ഷേ ആ ദിവസം ബ്രസീൽ ഫൈനലിൽ തോറ്റു. ഇത് കേട്ടപ്പോൾ ആ കുട്ടി വളരെ ദുഃഖിതനായി കരയാൻ തുടങ്ങി. ഒരു ദിവസം ബ്രസീലിനു വേണ്ടി ലോകകപ്പ് നേടുമെന്ന് അവൻ അച്ഛന് വാക്ക് കൊടുത്തു. അടുത്ത ദിവസം അവനും കൂട്ടുകാരും ഒരു ലോക്കൽ മത്സരം കളിക്കാൻ പോയി. അവർക്ക് ഷൂസ് ഇല്ലായിരുന്നു. ബെഡ്ഷീറ്റുകൾ കീറിക്കളഞ്ഞാണ് അവർ ജേഴ്സികൾ ഉണ്ടാക്കിയത്. അവർ വയലിലേക്ക് കയറിയപ്പോൾ ആളുകൾ അവരെ കളിയാക്കി ചിരിച്ചു. അഭിമാനം രക്ഷിക്കാൻ വേണ്ടി അവർ ചവറ്റുകുട്ടിയിൽ നിന്ന് കണ്ടെത്തിയ ഷൂസ് ധരിച്ചു. പക്ഷേ ഷൂസ് അതിൽ ചേരാത്തതിനാൽ അവ വീണുകൊണ്ടിരുന്നു. പകുതി സമയം ആയപ്പോഴേക്കും അവർക്കെതിരെ 4 ഗോളുകൾ പിറന്നിരുന്നു. മറ്റേ ടീം അവരെ നോക്കി ചിരിച്ചു. ആ കുട്ടി കോപം കൊണ്ട് നിറഞ്ഞു. പക്ഷേ അച്ഛനെ നോക്കിയപ്പോൾ അയാൾ ശാന്തനായി. അവൻ ഷൂസ് ഊരിമാറ്റി നഗ്നപാതരായി കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ തന്റെ യഥാർത്ഥ കളി കാണിച്ചു. അവൻ കാലുകൊണ്ട് പന്ത് തടഞ്ഞു, മറ്റു കളിക്കാരെ കബളിപ്പിച്ചു, ഒരു ഗോൾ നേടി. ഇത് കണ്ട് അവന്റെ സുഹൃത്തുക്കളും അവരുടെ ഷൂസ് ഊരിമാറ്റി. എല്ലാവരും നഗ്നപാതരായി കളിക്കാൻ തുടങ്ങി. ആ കുട്ടി സ്വതന്ത്രമായി കളിച്ചു. ഒന്നിനുപുറകെ ഒന്നായി ഗോളുകൾ നേടി. ഒരു ഗോളിന് മത്സരം തോറ്റെങ്കിലും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. മത്സരത്തിനു ശേഷം കളിക്കാരെ സ്കൗട്ട് ചെയ്ത ഒരു വൃദ്ധൻ തന്റെ പിതാവിന്റെ അടുത്ത് വന്ന് ഒരു പേപ്പർ കൊടുത്തു. ആ കുട്ടി പിന്നീട് സാന്റോസ് ക്ലബ്ബിൽ ചേർന്നു. പക്ഷേ അവൻ സന്തുഷ്ടനായിരുന്നില്ല. ക്ലബ്ബ് യൂറോപ്യൻ ശൈലിയിലുള്ള ഫുട്ബോൾ മാത്രമേ പഠിപ്പിച്ചിരുന്നുള്ളൂ. പരിശീലകൻ അദ്ദേഹത്തെ സ്വന്തം രീതിയിൽ കളിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. ആ കുട്ടിക്ക് ഹൃദയം നഷ്ടപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിന് ശരിയായി കളിക്കാൻ കഴിഞ്ഞില്ല. ഒരു ഗോൾ പോലും നേടാനും കഴിഞ്ഞില്ല. അയാൾക്ക് സ്വയം സംശയം തോന്നിത്തുടങ്ങി. ആ രാത്രിയിൽ അവൻ തന്റെ ബാഗ് പാക്ക് ചെയ്ത് ഫുട്ബോൾ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. സ്റ്റേഷനിൽ വെച്ച് അതേ വൃദ്ധൻ അവനെ കണ്ടുമുട്ടി. അയാൾ ആ കുട്ടിയോട് പറഞ്ഞു, നീ ഇഷ്ടപ്പെടുന്ന ശൈലിയാണ് യഥാർത്ഥ ബ്രസീലിയൻ കളി. അത് ഉപേക്ഷിക്കരുത്. ധൈര്യത്തോടെ കളിക്കൂ. ആ കുട്ടി ടീമിലേക്ക് തിരിച്ചു വന്നു. ഇത്തവണ അവൻ ആരെയും ശ്രദ്ധിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് കളിച്ചു. ആദ്യം പന്ത് നിർത്തി, പിന്നീട് സ്പിൻ ചെയ്ത് ഡിഫൻഡർമാരെ പാസ് ചെയ്തു, പിന്നീട് വായുവിലേക്ക് ചാടി ബൈസിക്കിൾ കിക്കിലൂടെ ശക്തമായ ഒരു ഗോൾ നേടി. എല്ലാവരും ഉച്ചത്തിൽ കൈയടിച്ചു. പരിശീലകൻ പോലും അദ്ദേഹത്തെ പ്രശംസിച്ചു. ആ കുട്ടിക്ക് ആത്മവിശ്വാസം തിരിച്ചുകിട്ടി. ഇപ്പോൾ അവൻ ഹൃദയം കൊണ്ടാണ് കളിക്കുന്നത്. വെറും 17-ാം വയസ്സിൽ അദ്ദേഹം സ്വയം 6 ഗോളുകൾ നേടി ബ്രസീലിനെ ലോകകപ്പ് നേടാൻ സഹായിച്ചു. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കളിക്കാരൻ ആരാണ്?